ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ വനിതകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കേരളത്തിലുടനീളം നടത്തിയത് ശതകോടികളുടെ തട്ടിപ്പായിരുന്നു. ചിലർക്ക് സ്കൂട്ടർ കിട്ടി, പലരിൽ നിന്നും തട്ടിച്ചെടുത്ത പണത്തിൽ നിന്നും എടുത്തായിരുന്നു ഈ സ്കൂട്ടറുകൾ നൽകിയതെന്നും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ സ്കൂട്ടർ കിട്ടിയവരും പ്രതിസന്ധിയിലായേക്കും. ഏത് പണം ഉപയോഗിച്ചാണ് ഈ സ്കൂട്ടറുകൾ വാങ്ങിയതെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. പണം നഷ്ടപ്പെട്ട പലരും അപമാനം ഭയന്ന് പരാതി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. പഞ്ചായത്ത് വാർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പണം നഷ്ടമായതായിട്ടാണ് പോലീസ് റിപ്പോർട്ട്. അംഗങ്ങളിൽ നിന്ന് 60,000 രൂപ വീതം വാങ്ങിയായിരുന്നു തട്ടിപ്പ് നടന്നത്. അതായത് 60,000 രൂപ നൽകി സ്കൂട്ടർ വാങ്ങിയവർ അത് നഷ്ടമാകുമോ എന്ന ആശങ്കയിലുമാണ്. പാതിവിലയ്ക്കും സ്കൂട്ടറുകൾ, തയ്യൽ മെഷീനുകൾ, ലാപ്ടോപ്പും മറ്റും വാഗ്ദാനം ചെയ്തായിരുന്നു ശതകോടികൾ തട്ടിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കേസിലെ മുഖ്യപ്രതി തൊടുപുഴ സ്വദേശി അനന്തുകൃഷ്ണൻ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം വിദേശത്തേക്ക് കടത്തിയതായിട്ടാണ് വിവരം. പോലീസ് കേസായതോടെ വിദേശത്തേക്ക് കടക്കാൻ പ്രതി ശ്രമിച്ചിരുന്നതായും വിവരങ്ങൾ ലഭിച്ചു. പ്രതിയും ബന്ധുക്കളും നടത്തിയ വസ്തു ഇടപാടുകൾ പോലീസ് പരിശോധിക്കുകയാണ്. കൂടാതെ കേസിൽ കൂടുതൽ പേർ പ്രതികളായേക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. അനന്തകൃഷ്ണനെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഇടുക്കി, തൊടുപുഴയിലായിരുന്നു പരാതിക്കാർ ഏറെയുമുള്ളത്. പ്രാഥമിക വിലയിരുത്തലിൽ തട്ടിപ്പ് 1000 കോടി കടക്കുമെന്നാണ് നിഗമനം. ഒരക്കൗണ്ടിൽ മാത്രം 400 കോടി എത്തി. ഇതിൽ സിംഹഭാഗവും വകമാറ്റിയതായും സംശയിക്കപ്പെടുന്നു. അനന്തു വാങ്ങിക്കൂട്ടിയ ഭൂമിയുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. പണം നൽകി 3 വർഷമായിട്ടും ഇതുവരെ സ്കൂട്ടർ പലർക്കും ലഭിച്ചിട്ടില്ല. എന്നാൽ ഇതിന് തൊടുപുഴ സ്വദേശി അനന്തുകൃഷ്ണൻ നടത്തിയ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ആദ്യഘട്ടത്തിൽ പകുതി വിലയ്ക്ക് കുറെ പേർക്ക് സാധനങ്ങൾ നൽകിയത് കണ്ടാണ് കൂടുതൽ പേർ പണം നൽകിയത്. 3 വർഷം മുമ്പ് 75,000 രൂപ നൽകിയവർക്ക് 1.5 ലക്ഷത്തോളം രൂപ വിലയുള്ള ബൈക്കുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷം സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞതിനെ തുടർന്ന് 60,000 രൂപ നൽകിയവരും ഉൾപ്പെടുന്നു. ഇവർക്ക് ഇതുവരെ സ്കൂട്ടറും ലഭിച്ചില്ല. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നൽകാമെന്ന് പറയുന്നതിനാലാണ് ആരും പരാതിയുമായി എത്താത്തതെന്നും വിവരമുണ്ട്. വിവിധ പദ്ധതികളുടെ പേരിൽ സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് ഇടുക്കി സ്വദേശി അനന്തുകൃഷ്ണൻ സംസ്ഥാന വ്യാപകമായി 1000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയതായിട്ടായിരുന്നു കണ്ടെത്തൽ. പകുതി വിലയ്ക്ക് വാഹനങ്ങളും വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും മറ്റു സാധനങ്ങളും സാമഗ്രികളും ഇത്തരത്തിൽ വാഗ്ദാനം ചെയ്ത് വയനാട്ടിലും കോടികളുടെ പണപ്പിരിവാണ് നടന്നത്. കേരളത്തിലെ പഞ്ചായത്തുകൾ തോറും സൊസൈറ്റികൾ രൂപീകരിച്ച് അക്ഷയ കേന്ദ്രങ്ങളെ കൂടി മറയാക്കിയായിരുന്നു പലയിടത്തും തട്ടിപ്പ് അരങ്ങേറിയത്. വനിതകൾക്ക് സ്കൂട്ടർ, തയ്യൽ മെഷീൻ, വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, ഓണക്കിറ്റ്, മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവയായിരുന്നു പാതി വിലയ്ക്ക് ലഭിക്കുമെന്ന വാഗ്ദാനത്തോടെ കോടികളുടെ കൊള്ള അരങ്ങേറിയത്. അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന സൊസൈറ്റിയാണ് ശാഖകൾ രജിസ്റ്റർ ചെയ്ത് പണം പിരിച്ചത്. പല NGO-കളെയും തട്ടിപ്പിന്റെ ഭാഗമാക്കുകയും ചെയ്തു. സൊസൈറ്റിയിൽ ആയുഷ്കാല അംഗത്വമെടുക്കുവാനും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ വെബ്സൈറ്റ് നോക്കി തിരഞ്ഞെടുക്കുവാനും അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാനായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയുള്ള നിർദ്ദേശം. തട്ടിപ്പിന് സീഡ് എന്ന പേരിൽ സൊസൈറ്റികൾ രൂപീകരിക്കുകയായിരുന്നു ചെയ്തത്. പഞ്ചായത്തുകൾ തോറും വാർഡ് അടിസ്ഥാനത്തിൽ പ്രൊമോട്ടർമാരെ നിയമിച്ചു. അവർ വഴി വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പദ്ധതി സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയതായിട്ടാണ് പണം വാങ്ങിയതിന്റെ തെളിവുകൾ പോലീസ് സംശയിക്കുന്നത്. വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ CSR ഫണ്ട് ലഭ്യമായിട്ടുണ്ടെന്നും അതുവഴിയാണ് വാഹനങ്ങളും മറ്റു സാധന സാമഗ്രികളും പകുതി വിലയ്ക്ക് വാങ്ങിയതെന്നുമായിരുന്നു പ്രചാരണം. സാമ്പത്തിക മാനദണ്ഡമില്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥരായ വനിതകൾക്കൊഴികെ സീഡ് സൊസൈറ്റിയിൽ അംഗമായാൽ 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസോ ലേണിംഗ് ലൈസൻസോ ഉള്ള ആർക്കും പദ്ധതിയിൽ അംഗമാകാമെന്നായിരുന്നു പരസ്യം. 600 രൂപ ഗുണഭോക്തൃ വിഹിതവും 320 രൂപ അംഗത്വ ഫീസും 5,900 രൂപ ഫെസിലിറ്റേഷൻ ചാർജും ഇതിനായി ഈടാക്കി. ധാരണാപത്രം ലഭിക്കുന്ന മുറയ്ക്ക് 150 ദിവസത്തിന് ശേഷം മുൻഗണനാക്രമത്തിൽ വണ്ടിയുടെ വിതരണവും ഉണ്ടാകുമെന്നും പറഞ്ഞു. സ്കൂട്ടറിന്റെ പകുതി വിലയായ 60,000 രൂപ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് ഗുണഭോക്താക്കൾ നേരിട്ട് അയക്കുകയും ചെയ്തു. വയനാട്ടിലും ഇതേ തട്ടിപ്പ് തന്നെ അരങ്ങേറി. കഴിഞ്ഞ നവംബർ 6-ന് പനമരം സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളി YMCA ഹാളിൽ വുമൺ ഓഫ് വീൽസ് എന്ന പ്രോജക്ടിന്റെ രേഖ പരിശോധനാ ക്യാമ്പ് നടത്തിയിരുന്നു. 250-ലേറെ പേർ തങ്ങളുടെ രേഖകൾ ഹാജരാക്കി. അതിനുശേഷമാണ് ഭൂരിഭാഗം പേരും പണം കൈമാറിയത്. 200 രൂപയുടെ മുദ്രപത്രത്തിൽ നോട്ടറിയുടെ സാക്ഷ്യപത്രവും സംഘടന വാങ്ങിയിരുന്നു. ജില്ലയിൽ 1000-ലധികം പേർ തട്ടിപ്പിൽ കുടുങ്ങിയതായിട്ടാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ളവർക്ക് ഒപ്പമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചും രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള അടുപ്പം പ്രദർശിപ്പിച്ചുമാണ് സ്ത്രീകളടക്കം ചതിക്കുഴിയിൽ വീഴ്ത്തിയത്. BJP നേതാവ് AN രാധാകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് തുടങ്ങിയവരുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. ജനോപകാരപ്രദമായ പരിപാടികളാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു രാഷ്ട്രീയ നേതാക്കളെ പരിപാടികളുടെ ഉദ്ഘാടകരാക്കി മാറ്റിയത്. രാഷ്ട്രീയ നേതാക്കൾക്ക് തട്ടിപ്പിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്.
കോടികളുടെ തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണന്റെ പാതിവില പദ്ധതി വളം മുതൽ ഇരുചക്ര വാഹനം വരെ ഉൾപ്പെടുന്നു. 2019 ഇടുക്കിയിൽ പകുതി വിലയ്ക്ക് ഏലം കർഷകർക്ക് കാർഷിക ഉപകരണങ്ങളും വളവും നൽകിയായിരുന്നു പദ്ധതിയുടെ പരീക്ഷണ തുടക്കം. ശേഷിക്കുന്ന പണം കോർപ്പറേറ്റ് കമ്പനികളുടെ സാമൂഹിക സുരക്ഷാ നിധിയാണെന്നും അന്ന് പറഞ്ഞിരുന്നു. അക്കാലം മുതൽ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. പണം കടം വാങ്ങി വഞ്ചിച്ചെന്ന കേസും തേയില വ്യാപാരത്തെ തുടർന്നുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഉയർന്നതാണ് ഇതേ കാലത്ത്. ഇടുക്കി കുടയത്തൂർ കോളപ്ര കേന്ദ്രമാക്കി സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ ഒരു NGO രൂപവൽക്കരിച്ചായിരുന്നു അനന്തുവിന്റെ തുടക്കം. ഇടുക്കിയിൽ മാത്രം ഒതുങ്ങി നിന്ന പ്രവർത്തനം 2022-23 സീഡ് എന്ന പേരിൽ പ്രാദേശിക സൊസൈറ്റികൾ രൂപീകരിച്ച് തൊടുപുഴയിലേക്കും മൂവാറ്റുപുഴയിലേക്കും വ്യാപിപ്പിച്ചു. പിന്നാലെ കോട്ടയം കടന്ന് പാറശാല വരെ എത്തി. 2024 കേരളമൊട്ടാകെ പടർന്നു പന്തലിച്ചു. നാഷണൽ NGO ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ എന്ന മേൽവിലാസവും അനന്തു സമൃദ്ധമായി പ്രയോജനപ്പെടുത്തി. 2022 മുതൽ തയ്യൽ മെഷീൻ, ഹോം അപ്ലയൻസ്, വാട്ടർ ടാങ്ക്, ലാപ്ടോപ്പ്, സ്കൂട്ടർ, വാട്ടർ പ്യൂരിഫയർ തുടങ്ങി പകുതി വിലയ്ക്ക് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. പണപ്പിരിവ് 40,000, 51,000, 60,000 എന്നീ 3 വിലകളുള്ള ലാപ്ടോപ്പിന്റെ അതിന്റെ പകുതി വിലയ്ക്ക് നൽകുമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു. കുറച്ചു പേർക്ക് നൽകുകയും ചെയ്തു എന്നും വിവരമുണ്ട്. 1,20,000 രൂപ വരുന്ന സ്കൂട്ടർ 60,000 രൂപയ്ക്ക് എന്നായിരുന്നു പ്രഖ്യാപനമെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള പണപ്പിരിവും നടന്നു. 2024 3,500 രൂപയുടെ ഓണക്കിറ്റ് 1,750 രൂപയ്ക്ക് നൽകിയതും പ്രചാരണം നടത്തി. പണമടച്ചവർക്ക് കിട്ടാതെ വന്നപ്പോൾ സീഡ് പ്രൊമോട്ടർമാർ സ്വന്തം നിലയ്ക്ക് കിറ്റ് വാങ്ങിക്കൊടുത്തതായും പിന്നീട് പരാതി ഉയർന്നു. സാധാരണ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും ഉന്നമനം എന്ന പേരിലായിരുന്നു പകുതി വില പദ്ധതിക്ക് ആദ്യഘട്ടം പ്രചാരണം കൊടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന മട്ടിലും പ്രചാരണമുണ്ടായി. നാഷണൽ NGO ഫെഡറേഷൻ എന്ന പേരും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതിനായി അനന്തു ഉപയോഗിച്ചു. CSR പണം എന്താണെന്ന് പോലും അറിയാത്ത സാധാരണക്കാർക്ക് പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന് വന്നപ്പോൾ രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ പകുതി പണം നൽകുമെന്ന് പലരും വിശ്വസിച്ചിരുന്നത്. പരിചയക്കാരെ സംഘാടകരായി കണ്ടതോടെ സ്വർണം പണയം വെച്ചും വായ്പയെടുത്തും ചിട്ടിപിരിച്ചും പലരും പണം കൊടുത്തു. വിവിധ സഹകരണ സംഘങ്ങളുമായും സംഘടനകളുമായും സഹകരിച്ചതോടെ പദ്ധതികൾ കൂടുതൽ ജനകീയമായി. സംസ്ഥാനത്തൊട്ടാകെ 24 സീഡ് സൊസൈറ്റികൾ പ്രവർത്തിച്ചു. കുറച്ചു പേർക്ക് ജനപ്രതിനിധികളെ കൊണ്ട് വാഹനങ്ങളും സാധനങ്ങളും നൽകി അതിന്റെ ചിത്രവും വീഡിയോകളും പ്രചരിപ്പിച്ചതോടെ വിശ്വാസ്യത വർദ്ധിക്കുകയും ചെയ്തു. പകുതി പണം കൊടുക്കുന്ന ആർക്കും സ്ത്രീകളുടെ പേരിൽ സ്കൂട്ടർ കിട്ടുമെന്നായി. തൊടുപുഴ, എറണാകുളം എന്നിവിടങ്ങളിലുള്ള സോഷ്യൽ ബീവഞ്ചേഴ്സ്, കളമശ്ശേരിയിലെ പ്രൊഫഷണൽ സർവീസ് ഇൻവെഞ്ചേഴ്സ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലേക്കാണ് പണമേറെയും വന്നതെന്ന് പോലീസ് കണ്ടെത്തി. ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള.